ഓഗസ്റ്റ് 2 വരെ വീണ്ടും വിലക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ് UAE. കൂടാതെ ഇനി അടുത്ത കാലത്തൊന്നും ഈ വിലക്ക് നീക്കുമെന്ന പ്രതീക്ഷ അസ്തമിച്ചിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇനിയും കാത്തിരിക്കാതെ പുതിയ വഴി തിരയുകയാണ് പ്രവാസികൾ. ഇവർക്ക് മുന്നിൽ ചെലവ് കുറഞ്ഞതും കൂടാതെ കുറച്ച് ചുറ്റിക്കറങ്ങാനും ഒരു പാക്കേജ് ഒരുങ്ങിക്കഴിഞ്ഞു. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അർമേനിയൻ വിശേഷങ്ങളാണ് ഇപ്പോൾ UAEയിൽ പരക്കെ കേൾക്കുന്നത്. അങ്ങനെ പെരുന്നാൾ അവധി ആഘോഷമാക്കാൻ മലയാളികൾ ഉൾപ്പെടെ ധാരാളം പേർ അവിടേക്ക് പോയതിനു പുറമെ ഇന്ത്യക്കാർക്ക് UAEയിലേക്ക് വരാനുള്ള വഴി എന്ന നിലയിലും ഇവിടം ഇഷ്ടയിടമായി മാറിക്കഴിഞ്ഞു. അങ്ങനെ ഇന്ത്യക്കാർക്കുള്ള യാത്രാവിലക്ക് ഉടനെ നീങ്ങുമെന്ന് കരുതിയിരുന്നവർക്ക് മുന്നിൽ UAE വീണ്ടും അനിശ്ചിതകാലത്തേക്ക് വിലക്ക് പ്രഖ്യാപിച്ചതോടെ അർമേനിയ വഴി മടങ്ങുന്നവരുടെ എണ്ണം ഏറിയിരിക്കുകയാണ്. കൂടാതെ ടിക്കറ്റ് ബുക്കിംഗും വർദ്ധിച്ചതായി ഏജൻസികളും ചൂണ്ടിക്കാട്ടുന്നു. വിവിധ ട്രാവൽ ഏജൻസികൾ ഇത്തരത്തിൽ പാക്കേജുകൾ നൽകി വരികയാണ്. 1.25 ലക്ഷത്തിലധികം രൂപയാണ് നിരക്ക് ഈടാക്കുന്നത്. പഴയ സോവിയറ്റ് യൂണിയനിൽ നിന്ന് വേർപെട്ടുണ്ടായ അർമേനിയയിൽ 28 ലക്ഷത്തോളമാണ് ജനസംഖ്യ എന്നത്. മനോഹര കാഴ്ചകളാലും ഹൃദ്യമായ പെരുമാറ്റത്താലും സന്ദർശകരുടെ ഹൃദയം കവരുന്ന നാടാണിതെന്നാണ് ഇതുവഴി എത്തുന്ന ഒട്ടനവധി പേരുടെ അഭിപ്രായം. അതോടൊപ്പം തന്നെ മാസ്കില്ലാതെ വളരെ കൂളായി നടക്കുന്നവരെ കണ്ട് ശരിക്കും ഞെട്ടിയെന്ന് കൊട്ടാരക്കര സ്വദേശിയായ പ്രദീപ് കുമാറും അരുൺ അരവിന്ദാക്ഷനും പറയുന്നു. ഇരുവരും അബുദാബിയിൽ സ്വകാര്യ കമ്പനി ഉദ്യോഗസ്ഥരാണ്. കൊച്ചിയിൽ നിന്ന് മസ്കറ്റ് വഴിയാണ് ഇവർ അർമേനിയയ്ക്ക് പോയത്. തലസ്ഥാനമായ യെരവൻ നല്ല ഉല്ലാസ കേന്ദ്രമാണ്. ആട്ടവും പാട്ടുമൊക്കെയായി സജീവമാണ് ഈ നഗരം. ഇവിടെ കുടിവെള്ളം സൗജന്യമാണ്. പൈപ്പുകളിൽ നിന്ന് 24 മണിക്കൂറും ശുദ്ധജലം ലഭിക്കുന്നതായിരിക്കും. ഡ്രാമാണ് ഇവിടുത്തെ കറൻസി. 7 ഇന്ത്യൻ രൂപയാണ് ഒരു ഡ്രാം. ഒരു UAE ദിർഹം ഏതാണ്ട് 135 ഡ്രാം. കൂടാതെ ഇവിടെ പ്രത്യേകിച്ച് മദ്യശാലകളില്ല. മോളുകളിലും കടകളിലുമെല്ലാം സുലഭമാണ്. 1500 ഡ്രാം ഉണ്ടെങ്കിൽ ഒരു കുപ്പി വൈൻ കിട്ടുന്നതായിരിക്കും. കാർഡ് വഴി പണം നൽകാം. ഡോളർ അത്ര പ്രോത്സാഹിപ്പിക്കുന്നില്ല. ചെലവ് കുറഞ്ഞ രീതിയിലാണ് വീടുകളുടെ നിർമ്മാണം. അതേസമയം വളരെ ഉയർന്ന ജീവിത നിലവാരമാണ് ഇവിടെ. മുന്തിയ കാറുകളാണ് എങ്ങും. കൂടുതലും ബ്രാൻഡഡ് വേഷധാരികൾ. പഴവർഗ്ഗങ്ങളുടെ സ്വർഗമാണ് അർമേനിയ. പ്ലം, ആപ്രിക്കോട്ട്, മുന്തിരി തുടങ്ങിയവയെല്ലാം പഴുത്ത് വിളഞ്ഞു കിടക്കുന്നു. അതിനാൽ തന്നെ ഏത് ഹോട്ടലിലും പ്രഭാത ഭക്ഷണത്തിൽ ഇവയും ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും. UAEയിലെയും അർമേനിയയിലെയും സമയം ഇന്ത്യയേക്കാൾ 1.5 മണിക്കൂർ പുറകിൽ. ഇപ്പോൾ രാത്രി 8:30യോടെയാണ് സൂര്യാസ്തമയം. ടൂറിസ്റ്റ് വിസയായതിനാൽ തന്നെ ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങി കറങ്ങി നടക്കാം. 15 ദിവസമാണ് ക്വാറന്റൈൻ. അത് പൂർത്തിയാകുന്ന 29-ന് ഷാർജയിലെത്തുമെന്ന് ഇരുവരും പറഞ്ഞു. എന്തുകൊണ്ട് മിക്കവരും അർമേനിയ വഴി എത്തുന്നു എന്നത് ഇപ്പോൾ വ്യക്തമായി എന്നും ഇവർ പറയുകയുണ്ടായി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.